പുനലൂർ UDF-ലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. മുസ്ലിം ലീഗിന് പൂർണ്ണ പിന്തുണയുമായി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. ലീഗ് സ്ഥാനാർത്ഥി നൌഷാദ് യൂനിസിനെ ഷാൾ അണിയിച്ചാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. അതേസമയം കോൺഗ്രസ് തീരുമാനത്തെ പ്രതിഷേധിച്ച് വിമതനായി മത്സരിക്കാനാണ് DCC ഭാരവാഹി സഞ്ജയ് ഖാന്റെ തീരുമാനം. വിമത പ്രശ്നത്തിൽ AICC ഉൾപ്പെടെ ഇടപെട്ടതിന് പിന്നാലെയാണ് പ്രാദേശിക നേതൃത്വം യോഗം ചേർന്ന വിമത സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. പിന്നാലെ ചേർന്ന UDF നേതൃയോഗത്തിൽ കോൺഗ്രസ് വിമതനായിരുന്ന നെൻസൽ സെബാസ്റ്റ്യൻ UDF സ്ഥാനാർത്ഥി നൌഷാദ് യൂനിസിനെ ഷാൾ അണിയിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലുത് UDF സംവിധാനമെന്നും മുന്നണി മര്യാദകൾ പാലിക്കുമെന്നും നെൻസൽ സെബാസ്റ്റ്യന്റെ ഉറപ്പ്. പ്രതിഷേധമൊക്കെ ഉണ്ടാകും, പാർട്ടി തലത്തിൽ പ്രതിഷേധം ഉണ്ടാകും. കാരണം ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില അവകാശങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിഷേധം ഉണ്ടാകാം. അത് പ്രതിഷേധിക്കും. പക്ഷേ ഞങ്ങൾക്ക് മുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് അക്ഷരം പ്രതി അനുസരിക്കാൻ ഞങ്ങളെല്ലാം ബാധ്യസ്ഥരാണ്. നാളെ UDF സ്ഥാനാർത്ഥി നൌഷാദ് യൂനിസ് പത്രിക സമർപ്പിക്കും. ഇതിനു പിന്നാലെ UDF-ന്റെ ഔദ്യോഗിക റോഡ് ഷോയും നടക്കും. ടീം UDF റെഡിയെന്ന സ്ഥാനാർത്ഥി നൌഷാദ് യൂനിസ്. വളരെ ലേറ്റായിട്ട് ക്യാമ്പയിൻ തുടങ്ങുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഞാൻ. അതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങളുടെ ഈ ടീം വളരെ സജ്ജമായി ഈ നിമിഷം മുതൽ രംഗത്തിറങ്ങാനായിട്ട് സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം പുനലൂരിലെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് DCC ഭാരവാഹി അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ ആലോചിക്കുന്നത്. മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിച്ചാൽ മാത്രമേ വിജയസാധ്യതയുള്ളൂ എന്ന് സഞ്ജയ് ഖാന്റെ നിലപാട്. റിപ്പോർട്ടർ, കൊല്ലം.